ഇക്ബാൽക്ക എന്തൊക്കെ സന്തോഷം. നമ്മളെ അമീർമാരാണ്, കൊല്ലം ഹജ്ജിനുള്ള അമീർമാരാണ് ഇവർ മൂന്ന് പേര്. പിന്നെ എനിക്ക് തോന്നുന്നത് കൊട്ടക്കലിൽ തന്നെ ആദ്യകാല ഹജ്ജ് സേവനം 52 മുതൽ തൊയ്ബന്റെ പേര് അല്ല, അന്ന് KM ട്രാവൽസ് ആയിരുന്നു. ഇപ്പൊ തൊയ്ബാണ് അല്ലേ? തൊയ്ബാണ് പേര്. സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഇക്ബാൽഖാന്റെ ഹജ്ജ് സർവീസ്. ഇക്ബാൽക്ക എല്ലാ വർഷവും ഹജ്ജിന് പോവാറുണ്ട്. കഴിഞ്ഞ 18 വർഷമായിട്ട് പോകുന്നുണ്ട് അല്ലേ? 20 വർഷമായിട്ട് പോകും. നിങ്ങളും പോകും? ഞാനും പോകും. അതാണ് സന്തോഷം. സന്തോഷല്ലേ? ഓക്കെ. ഇവരൊക്കെ ഇപ്പൊ ഉണ്ട്, കൂടെ ഉണ്ട്. മൂപ്പരിപ്പോ 10-20 വർഷം അതിന്റെ കൂടെ. പേരൊന്ന് പരിചയപ്പെടുത്തി തരി. ഇത് സൈനുദ്ദീൻ അൻവരി മണ്ണാർക്കാട്. ഇത് നമ്മളെ പിന്നെ ഹുസൈൻ സക്കാഫി തന്നല. ഇത് അസീഫ് ഫൈസി വാരാപ്പമ്മാട് പുതുപ്പറമ്പ്. എന്റെ മഹലിലെ കത്തീബ് കൂടിയാണ്. ഈ വീഡിയോ ഒരു പക്ഷെ ഒരുപാട് പേർക്ക് ഉപകരിക്കും കേട്ടോ. അതിനാണ് ഞാൻ ഇങ്ങനെ നല്ല സേവനം കൊടുക്കുന്നവരെ പൊതുജനത്തിന് മുന്നിൽ എത്തിക്കണം. എന്താ എനിക്ക് അറിയേണ്ടത് പ്രേക്ഷകർക്ക് പറഞ്ഞു. തൈബക്ക് 5-8 ബ്രാഞ്ചുകളുണ്ട്. ഇന്ത്യന്റെ പുറത്തും ബ്രാഞ്ചുകൾ തൈബക്ക് ഉണ്ട്. അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഞാൻ തന്നെ ഇപ്പൊ മൂലന്മാരുണ്ട് വിട്ട് നിങ്ങൾ പോയി നോക്കിക്കോളി എന്നല്ല പറയുന്നത്. ഇവരെ കൂടെ ഞാനുണ്ടാവും ഹജ്ജിന്. ഉംറയ്ക്കാൻ പോരില്ല, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പോരുള്ളൂ. ഹജ്ജിന് ഞാൻ അവരെ കൂടെ ഉണ്ടാവും. ഇവരെ ഫ്ലൈറ്റിലുണ്ടാവും, അതേ ഫ്ലൈറ്റിലെ ഞാൻ തിരിച്ചു പോരും. അത് ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം എനിക്ക് 186 ആളുകളാണ്. അവരെ ഞാൻ ഒരു ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തും. 186 ആളുകൾക്ക് നിങ്ങൾ കൂടെ പോരാന്നല്ലേ? 156 ആളുകളുടെ അതന്നെ ഉദ്ദേശിച്ചത്. അതായത് ആരെങ്കിലും ഉണ്ടെങ്കിലും പോന്നൂടെ? പിന്നെ നമ്മൾ ഏറ്റവും ഗ്രേഡ് കൂടിയ കാറ്റഗറിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മീനയിലും അറഫയിലും മുസ്തലിഫയിലും ഒക്കെ ഏറ്റവും ഗ്രേഡ് കൂടിയ B കാറ്റഗറിയാണ്. 4 കാറ്റഗറിയാണ് ഉള്ളത്. അതിൽ B കാറ്റഗറി ഏറ്റവും നമ്മളവിടുത്തെ VIP പോകുന്ന കാറ്റഗറിയാണ്. ആ കാറ്റഗറിയിലാണ് ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യത്തെ ഹാജിമാർ തൈബ ട്രാവൽസിൻ്റെ കീഴിലുള്ള ഹാജിമാർ പോരും. പിന്നെ ഈ പ്രാവശ്യം തന്നെ ഇപ്പോൾ ഔട്ട് ഓഫ് മീഡിയയിലും ടെൻഡറുള്ള കണ്ടമാന ഏജൻസിയിൽ നമ്മൾ കേരളത്തിലുണ്ട്. പക്ഷെ നമ്മളത് സംബന്ധിച്ചിടത്തോളം സോൺ 3 ആണ്. ശരിക്ക് പക്ക മീന. സോൺ 4 വരെ മീൻ തന്നെയാണ്. 5 പക്ക ഔട്ട് ഓഫ് മീനാണ്, മുസ്തലിഫയാണ്. പിന്നെ എന്തൊക്കെയാണ് ബാക്കി സർവീസുകൾ? പിന്നെ നമ്മളെ ഈ സർവീസ് 30 to 35 ഡേയ്സ് ആണ് നമ്മളത് മൊത്തം പാക്കേജ് ഉണ്ടാവുക. സാധാരണ പോലെയുള്ള സ്പെഷ്യൽ പാക്കേജ് ഉണ്ട്. 15 ദിവസം മുതൽ 20 ദിവസം. മാഷപ്പോലത്തെ ആളുകൾക്ക് ചിലപ്പോൾ 40 ദിവസം ഒന്നും ഇപ്പോൾ ഹജ്ജിന് നിൽക്കാൻ സമയം കിട്ടില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, ഗൾഫിലുള്ള വിദേശികൾ, ഇവർക്കൊക്കെ അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു ഷോർട്ട് ടൈം പാക്കേജ് 15 മുതൽ 20 ദിവസം വരെ ഈ വർഷം എടുക്കും. ബുക്കിംഗ് ആയി, അതിലേക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട്. കിട്ടും. പിന്നെ വേറൊരിതുണ്ട്. ഇപ്പൊ ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന് വരണം. പിന്നെ ഇങ്ങോട്ട് വരാൻ സമയമില്ല. പെണ്ണുങ്ങളെയും കുട്ടികളെയും ഇവിടുന്ന് കൊണ്ടുപോകണം. ഓരോ ഞാൻ ഇവിടെ നിന്റെ കൂടെ കൊണ്ടുപോകും. പുതിയാപ്പിളക്ക് നേരെ ആണ്ട് പോരാ ഗൾഫിൽ നിന്ന്. ഇങ്ങോട്ട് വേണ്ട ഹജ്ജ് വിസ ഇവിടെ നിന്ന് ഞാൻ അടിച്ചു കൊടുക്കും. പാസ്പോർട്ട് ഒന്നും വേണ്ട. ഒക്കെ അതിന്റെ പണികളൊക്കെ ഞാൻ എടുത്തിട്ട് വിസ അടിച്ചിട്ട് നേരെ അവർക്ക് ദുബായിൽ നിന്നാണെങ്കിലോ ഖത്തറിനോ കുവൈത്തുനിന്നോ നേരെ എന്ത് ചെയ്യുക, സൗദി അറേബ്യയിലേക്ക് വരാം. ഒരേ ദിവസം 2 പേർക്കും വന്ന് ജോയിന്റ് ആയുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പാക്കേജുകളൊക്കെ നമ്മുടെ കയ്യിൽ. എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ത്വയ്ബ ഗ്രൂപ്പിൻ്റെ ഹജ്ജ് സർവീസുമായി ഏകദേശം 20 വർഷത്തോളമായി സേവന രംഗത്ത് ഞാൻ ഇക്ബാൽ ഹാജിയോട് കൂടെയുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കാലത്തിനളവിൻ്റെ ഇടയിൽ ഏത് വർഷമാണെങ്കിൽ ഇക്ബാൽ ഹാജി ഞങ്ങളോട് കൂടെ ഉണ്ടാവും. ഒരു ഹാജിയെ പോലെ ഖാദിമായിക്കൊണ്ട്, ഒരു ഗ്രൂപ്പിൻ്റെ MD എന്ന നിലക്കല്ല, ഒരു ഖാദിമായിക്കൊണ്ട്, സേവകനായിക്കൊണ്ട് ഹാജിമാർക്ക് അറഫയിലും മിനായിലും മുസ്ദലിഫയിലേക്കും എന്തൊക്കെ സൗകര്യങ്ങൾ വേണം ആ സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളോട് കൂടെ ഇക്ബാൽ ഹാജി ഒരുവനായിട്ടുണ്ടാവും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം. അൽഹംദുലില്ലാഹ്, നല്ല സേവനമാണ് ഇക്കാലം. അത്രയും സ്തുത്യർഹമായിരിക്കുന്ന സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കബൂൽ ചെയ്യട്ടെ. ഇനിയും വരും കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല സേവനങ്ങൾ ചെയ്ത് ഹാജിമാരുടെ, ആയിരക്കണക്കിന് ഹാജിമാരുടെ പ്രാർത്ഥന, സന്തോഷത്തോടുള്ള പ്രാർത്ഥന കൈപ്പറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇക്ബാൽ ഹാജിക്ക് നേരത്തെ ബന്ധമുണ്ട്. കുറേ കാലം ഞാൻ മുമ്പ് ഇതിനെ ഉംറക്ക് പോയിരുന്നതാണ്. ഇക്ബാൽ ഹാജിൻ്റെ ഇതെടുത്ത് മുഖസ്തുതി പറയില്ല. നമ്മൾ നേരത്തെ അൻപിസ്താ പറഞ്ഞ പോലെ ഹാജിമാരെ കൂടെ പക്ക നമ്മളെ കൂടെ എല്ലാ വിഷയത്തിനും രാവും പകലില്ലാതെ ഓടി നടന്ന ഒരാളാണ്. മാത്രമല്ല റദ്ദുവായി തന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ബസ് അവിടുന്ന് എടുക്കലാണ്. ബസ് എടുത്തിട്ട് ആ ഹാജിമാരിട്ട് ആ ബസ് പൂർണ്ണ സമയം ബസ് നമ്മളെ കയ്യിലുണ്ടാവും. അതൊരു പ്രത്യേകത. മറ്റുള്ളവരൊക്കെ ബസ് ഒരു ബസ്സിൽ 100 ആളെ കയറ്റും. അപ്പോൾ ഇരിക്കാൻ ബൈ സീറ്റ്. അതുപോലെ ബസ് വാങ്ങും. അതേപോലെ തന്നെ ഈ കൊണ്ടുപോയ ഹാജിമാർക്ക് ഇങ്ങനെ 10 ആളുള്ളൂ. പല ബസ്സിലേക്കും കയറ്റി ആളുകളെ കാശുണ്ടാക്കാൻ പറ്റും. പക്ഷെ മൂപ്പരെല്ലാം ഈ 10 ആളിട്ട് വണ്ടി സ്വന്തം വിളിച്ചിട്ട് എല്ലായിടത്തും കൊണ്ടുപോയി.
അത് മുമ്പ് ഞാൻ കണ്ട വലിയൊരു ഇതാണ്. കാരണം മറ്റുള്ള വണ്ടി കയറ്റി ഒരുപാട് പൈസ ലാഭിക്കാം. അതെ അതെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആജിമാർക്ക് വേണ്ടി എല്ലാ സേവനം ചെയ്യാൻ ഇതുവരെ രംഗത്ത് സജീവനുള്ള വാപ്യത്തുള്ള ദീർഘായുസ് കൊടുക്കും. അപ്പോൾ നമ്മൾ വളരെ സന്തോഷം. ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ ഈ ബി കാറ്റഗറി അറിയില്ലേ, വളരെ സന്തോഷമായ യാത്ര. അത് നമ്മുടെ മറ്റേ വാപ്പ സൈഡിലുള്ള ഭക്ഷണം, ഏതാണ് വേണ്ട ഭക്ഷണം ആ ഭക്ഷണം കഴിക്കാമായിരുന്നു. ബാത്റൂമുകളൊക്കെ വലിയ സൗകര്യങ്ങൾ, കാല് വെച്ചാൽ വെള്ളം അങ്ങോട്ട് ചേരുക, അങ്ങോട്ട് കയറിയാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ട, വൃത്തിയാക്കേണ്ട ആവശ്യമില്ല, ഒക്കെ വൃത്തിയാക്കാനുള്ള ആണ് ബി കാറ്റഗറിൻ്റെ പോകും. അങ്ങനെയാണ് ബി കാറ്റഗറി നമ്മൾ അനുഭവിച്ച ആജിമാരൊക്കെ പറഞ്ഞു എന്തായാലും ഈ കാറ്റഗറിയാണ് നല്ല കാശായാലും പ്രശ്നമില്ല എന്ന് എല്ലാ ആജിമാർ പറയുകയുണ്ട്. അപ്പോൾ അത്ര സ്പെഷ്യലായിട്ട് കഴിഞ്ഞാൽ യാത്ര നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ 3-4 പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ഹജ്ജായിരുന്നു കഴിഞ്ഞ ഹജ്ജ് യാത്ര. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ് ബാലാജിൻ്റെ കൂടെ ചേരാൻ പറ്റിയെന്നുള്ളത് തന്നെ. കാരണം ഞാൻ ഇപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫീൽഡിലേക്ക് വന്നു. മുപ്പര നാട്ടിൽ തന്നെ ഖത്തീബായി ജോലിയായി. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം മുതലാണ് കൂടുതൽ സജീവമായിട്ട് മുപ്പര കൂടെ കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സുകളും മറ്റിനൊക്കെ നേതൃത്വം നൽകാൻ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഹുസൈൻ സഖാഫി അടക്കം നമ്മുടെ ഇപ്പോൾ പറഞ്ഞത് അതാണ്. കാരണം ഞാൻ പല ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിലും മുപ്പരെ പോലെ ഓടി നടക്കുന്ന നമ്മളിലൊരുവനായി, അതൊരു വലിയ സന്തോഷമാണ്. കാരണം മറ്റേ അമീറന്മാർ ഇത് നമുക്കൊരു പണിയില്ല, അവിടെ സംസാരിക്കണമെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും അത് അവരോട് കൈകാര്യം ചെയ്യും. എന്തെങ്കിലും പ്രയാസം വരികയാണെങ്കിൽ ബസ്സും മറ്റൊക്കെ ആണെങ്കിൽ അതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം വലിയ സീറ്റുകളൊക്കെ ഉണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് 2026 ഹജ്ജിൽ ഏതാനും കുറഞ്ഞ സീറ്റുകൾ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റാഹത്തോടെ മനസ്സംതൃപ്തിയോടെ ഹജ്ജും അതിൻ്റെ കർമ്മങ്ങളും പരിപൂർണമായി കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥയോടെ ചെയ്ത് തിരിച്ചു പോരും. അതിൻ്റെ ആഗ്രഹമുള്ള ഹജ്ജ് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് ഒരു അവസരമുണ്ട്. പരമാവധി അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ലവരായ ആളുകൾ സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കോട്ടക്കൽ ചെങ്കുവട്ടിയിലാണ് ത്വയ്ബ ട്രാവൽസ്. ആരെങ്കിലും അടുത്ത ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യട്ടോ.